പ്രിയമുള്ളവരെ, ആലപ്പുഴ പോർട്ട് ടെർമിനലിൽ നിന്ന് സി കുട്ടനാട് എന്ന ആധുനിക ബോട്ടിൽ നമ്മൾ യാത്ര തുടരുകയാണ്. ആലപ്പുഴയെക്കുറിച്ചും കുട്ടനാടിനെക്കുറിച്ചും അതുപോലെ തന്നെ മരകം, പാതിരാമണൽ ഇവയുടെയൊക്കെ പ്രത്യേകത ഇനി ഞാനല്ല പറയുന്നത്. അതിന് തയ്യാറായി നമ്മുടെ ബോട്ടിൽ ജീവനക്കാരായ ഹേമന്ത് സാറുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ സസ്യം കേൾക്കുക, പഠിക്കുക, ആസ്വദിക്കുക. ഇപ്പം വീണ്ടും എല്ലാവർക്കും സുസ്വാഗതം. ചിരിച്ച മുഖത്തോടുകൂടി സന്തോഷമായിട്ടിരിക്കുക. നമ്മളൊരു 5 മണിക്കൂർ സമയം ഒരു ഉല്ലാസയാത്ര, ഒരു ജലയാത്രയാണ് ആരംഭിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും നല്ല ഉഷാറായിട്ടിരിക്കുക. അപ്പൊ പ്രിയപ്പെട്ടവരെ, നിങ്ങളിലേക്ക് ജീവിത തിരക്കുകളൊക്കെ മാറ്റിവെച്ച ഒരു അവധി ദിനം കണ്ടെത്തി. ഇന്നിപ്പോൾ ഫെബ്രുവരി മാസം 14-ാം തീയതി സെക്കൻഡ് സാറ്റർഡേ, 2ാം ശനിയാഴ്ച ദിനത്തിൽ ആലപ്പുഴയിലേക്ക് എത്തി കുട്ടനാടിന്റെ കാണാൻ കാഴ്ചകൾ കാണുവാൻ, അതുമല്ലെങ്കിൽ വേമ്പനാട് കായലിന്റെ വിശാലമായ സൗന്ദര്യം ആസ്വദിക്കുവാനായി സംസ്ഥാന സർക്കാരിന് കീഴിൽ സംസ്ഥാന ജലഗതാഗത വകുപ്പിന്റെ ഈ സി കുട്ടനാട് എന്ന പേരുള്ള ഈ ഉല്ലാസ നൗകയിലേക്ക്, ഈ ടൂറിസം ബോട്ടിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓരോരുത്തരെയും ഏറെ സ്നേഹത്തോടെ, അതിലേറെ ആദരവോടെ ഈ ബോട്ടിലേക്ക് ഊഷ്മളമായി സ്വാഗതം ചെയ്യുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. താങ്ക് യു സോ മച്ച്. പ്രിയപ്പെട്ടവരെ, നമ്മൾ 5 മണിക്കൂർ നീളുന്ന ഒരു യാത്രയാണ് ഇവിടെ നിന്നും ആരംഭിക്കാൻ പോകുന്നത്. ഈ യാത്രയുടെ തുടക്കത്തിൽ തന്നെ നിങ്ങളുടെ അറിവിലേക്കായി ഈ യാത്രയെ കുറിച്ചൊരു ചെറിയ വിവരണം നൽകുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് ആലപ്പുഴയിൽ വാടൈക്കനാൽ. ഈ കനാലിന്റെ പേര് വാടൈക്കനാൽ എന്നാണ്. ഇത്തരത്തിലുള്ള നിരവധിയായ കനാലുകളും തോടുകളും പാലങ്ങളും ഒക്കെ കൊണ്ട് സമ്പന്നമാണ് ആലപ്പുഴ പട്ടണം. നിങ്ങൾക്കറിയുന്നത് പോലെ ആലപ്പുഴയ്ക്ക് മറ്റൊരു വിളിപ്പേര് കൂടിയുണ്ട്. അത് മനോഹരമായ പേര് കിഴക്കിന്റെ വെനീസ് എന്നാണ്. അദ്ദേഹത്തിന് ആ പേര് ലഭിക്കുവാനുള്ള കാരണങ്ങളിൽ ഒന്ന് ഇത്തരത്തിലുള്ള കനാലുകളും തോടുകളും ആലപ്പുഴ പട്ടണത്തിൽ നിരവധിയായി ഉള്ളത് കൊണ്ട് കൂടിയാണ്. നമുക്കറിയാം, യൂറോപ്യൻ നഗരം, ഇറ്റാലിയൻ നഗരം വെനീസ്. ആ വെനീസ് പട്ടണത്തിൽ നമുക്ക് ഇത്തരത്തിലുള്ള കനാലുകളും തോടുകളും ഒക്കെ കാണുവാൻ കഴിയും. ഈ 2 പട്ടണങ്ങൾ തമ്മിലുള്ള സാമ്യത തിരിച്ചറിഞ്ഞ് ആലപ്പുഴയെ ആദ്യമായി കിഴക്കിന്റെ വെനീസ് എന്ന് വിളിച്ചത് പണ്ടുകാലത്ത് ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്ന ലോർഡ് കഴ്സൺ പ്രഭുവാണ് ആലപ്പുഴയെ ആദ്യമായി കിഴക്കിന്റെ വെനീസ് എന്ന് വിളിച്ചത്. ഇവിടെ ഇത്തരത്തിലുള്ള ഈ കനാലുകളും തോടുകളും ഒക്കെ ആലപ്പുഴ പട്ടണത്തിൽ മനുഷ്യനിർമ്മിതമായി, കൃത്രിമമായി നിർമ്മിച്ചെടുത്തവയാണ്. അതിന് കാരണം ഒരു 3 കിലോമീറ്റർ പടിഞ്ഞാറോട്ട് സഞ്ചരിക്കുമ്പോൾ അറബിക്കടലാണ്. ഇവിടെ ഒരു ആലപ്പുഴയിൽ അറബിക്കടലിൽ ഇവിടെ ആലപ്പുഴ തീരത്ത് ഒരു തുറമുഖമുണ്ടായിരുന്നു നൂറ്റാണ്ടുകൾക്ക് മുമ്പ്. ആ തുറമുഖത്തിലേക്ക് കിഴക്കൻ മേഖലകൾ, കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി പോലുള്ള ഹൈറേഞ്ചിൽ വിളയുന്ന നാണ്യവിളകളും അനുബന്ധ ചരക്ക് സാധനങ്ങളും ഒക്കെ ജലമാർഗം ആലപ്പുഴ തുറമുഖത്തിലേക്ക് എത്തിക്കുന്നതിനായാണ് ഇവിടെ ഇത്തരത്തിലുള്ള കനാലുകളും തോടുകളും ഒക്കെ നിർമ്മിക്കപ്പെട്ടത്. ഇതിനൊക്കെ നേതൃത്വം നൽകിയത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തിരുവിതാംകൂർ ദിവാനായിരുന്ന രാജാ കേശവദാസ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയത്. ആലപ്പുഴ പട്ടണത്തെ ഇന്ത്യയിൽ കാണുന്ന രൂപത്തിലേക്ക് പരുവപ്പെടുത്തിയെടുക്കുവാനാണ് ഇത്ര പാകിയത്.
ദിവാൻ രാജാ കേശവദാസാണ്. അതുകൊണ്ട് തന്നെ ചരിത്രത്തിൽ അദ്ദേഹത്തെ ആലപ്പുഴ പട്ടണത്തിന്റെ ശില്പി എന്നാണ് ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. അങ്ങനെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് രാജാ കേശവദാസനാൽ നിർമ്മിക്കപ്പെട്ട ആലപ്പുഴയിലെ പ്രസിദ്ധമായ കനാൽ മാടൈ കനാലിൽ നിന്നും നമ്മുടെ 5 മണിക്കൂർ നീളുന്ന യാത്ര ഇപ്പോൾ ഇവിടെ ആരംഭിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഏകദേശം 5 മിനിറ്റ് സഞ്ചരിച്ചു കഴിയുമ്പോൾ നമ്മൾ എത്തിച്ചേരുന്നു ആലപ്പുഴയിലെ ഏറ്റവും പ്രസിദ്ധമായ കായൽ പുന്നമടക്കായലിലേക്ക്. പുന്നമടക്കായലിന്റെ പ്രത്യേകത നിങ്ങൾക്ക് പലർക്കും അറിവുള്ളതായിരിക്കും. ലോകപ്രസിദ്ധമായ നെഹ്റു ട്രോഫി ജലമേള, കേരളത്തിന്റെ ഒരു അഭിമാനമായ ജലകായികോത്സവം, ഒരു കായിക ഇവന്റ് നടക്കുന്ന ആ നെഹ്റു ട്രോഫി ജലമേള നടക്കുന്ന പുന്നമടക്കായലിന്റെ ഓണത്തരപ്പിലേക്ക് ഏകദേശം 5 മിനിറ്റിനുള്ളിൽ നമ്മൾ എത്തിച്ചേരും. ആ വള്ളംകളി നടക്കുന്ന റേസിംഗ് ട്രാക്കിലൂടെ ഏകദേശം 15 മിനിറ്റോളം സഞ്ചരിച്ചു കഴിയുമ്പോൾ പിന്നീട് നമ്മൾ എത്തിച്ചേരുന്നു കേരളത്തിലെ ഏറ്റവും വലിയ കായൽ, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ തടാകമെന്ന ഖ്യാതിയുള്ള വേമ്പനാട് കായലിന്റെ വിശാലമായ സൗന്ദര്യത്തിലേക്കാണ്, വിശാലമായ മനോഹാരിതയിലേക്കാണ്. പ്രിയപ്പെട്ടവരെ, വേമ്പനാട് കായലിലൂടെ ഏകദേശം 1 മണിക്കൂറോളം സഞ്ചരിച്ചു കഴിയുമ്പോൾ പിന്നീട് നമ്മൾ എത്തിച്ചേരുന്നു കായലിന് നടുവിൽ തന്നെയുള്ള സ്വാഭാവിക നദീജന്യ ദ്വീപ് പാതിരാമണൽ. വേമ്പനാട് കായലിന്റെ മധ്യത്തിനായുള്ള ഒരു പച്ചത്തുരുത്ത് അല്ലെങ്കിൽ ചെറിയൊരു കാടെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന പ്രകൃതിയുടെ ഒരു അത്ഭുത പ്രതിഭാസം പാതിരാമണൽ ദ്വീപിലേക്ക് ഉച്ചയ്ക്ക് ഒരു 12:30 മണിയോടുകൂടി നമ്മൾ എത്തിച്ചേരും. പ്രിയപ്പെട്ടവരെ, ഈ യാത്രയുടെ ഭാഗമായി അരമണിക്കൂർ സമയമാണ് നമുക്ക് ദ്വീപിൽ ചെലവഴിക്കുവാനായി ക്രമീകരിച്ചിരിക്കുന്നത്. അരമണിക്കൂറിനുള്ളിൽ ദ്വീപ് ചുറ്റിക്കണ്ട് നിങ്ങൾ ബോട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ ഇവിടെ പ്രിയപ്പെട്ട കുടുംബശ്രീ ചേച്ചിമാർ ഒരുക്കിയ ഉച്ചഭക്ഷണം നിങ്ങളെ കാത്ത് ഇവിടെ തയ്യാറായിട്ടുണ്ടാവും. കുട്ടനാടൻ തനത് വിഭവങ്ങൾ അടങ്ങിയ ഉച്ചഭക്ഷണം ബോട്ടിന്റെ താഴത്തെ നിലയിൽ ബാക്ക് സൈഡിലാണ് സെർവ് ചെയ്യുക. വാങ്ങി വന്ന അതത് സീറ്റുകളിൽ ഇരുന്ന് നമുക്ക് ആ ഭക്ഷണം കഴിക്കാം. അതിനുശേഷം നമ്മൾ ഉച്ചയ്ക്ക് ശേഷം പിന്നീട് യാത്രയാകുന്നു വേമ്പനാട് കായലിലെ കിഴക്കൻ തീരങ്ങൾ, കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ അതിർത്തി, ലോകപ്രസിദ്ധ ടൂറിസം കേന്ദ്രം കുമരകത്തിന്റെ തീരങ്ങളിലൂടെയാണ് പിന്നീടുള്ള നമ്മുടെ യാത്ര. അത്രയും സമയം രാവിലെ മുഴുവൻ നമ്മൾ ആലപ്പുഴ ജില്ലയിലൂടെയാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം കുറച്ച് സമയം നമ്മൾ കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ അതിർത്തിയിലൂടെയാണ് സഞ്ചരിക്കുക. കുമരകത്തിന്റെ തീരങ്ങളിലൂടെ സഞ്ചരിച്ച് ഒരു 2:30 മണിയോടുകൂടി, ഉച്ചയ്ക്ക് ശേഷം 2:30 മണിയോടുകൂടി നമ്മൾ എത്തിച്ചേരുന്നു കുട്ടനാട്, കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്ന കുട്ടനാടൻ കാർഷിക മേഖലയുടെ ഒരു കേന്ദ്ര മേഖലയിലേക്ക്. ആർബ്ലോക്ക്, ചിത്തിര, റാണി, മാർത്താണ്ഡം ഇതെല്ലാം വേമ്പനാട് കായൽ നികത്തി നിർമ്മിച്ചെടുത്ത നെൽപ്പാടശേഖരങ്ങളാണ്. ആ പാടശേഖരങ്ങൾക്ക് നടുവിലൂടെയുള്ള കായലിലൂടെ ഏകദേശം ഉച്ചയ്ക്ക് ശേഷം 3 മണിയാകുമ്പോൾ നമ്മൾ എത്തിച്ചേരുന്നു പുണ്യനദിയായ പമ്പാനദി. പമ്പാനദി വേമ്പനാട് കായലിലേക്ക് വന്ന് ഒഴുകിച്ചേരുന്ന ആ ഒരു ഭാഗത്തു കൂടി നമ്മൾ പമ്പാനദിയിലേക്ക് പ്രവേശിക്കും. പമ്പാനദിയുടെ ഇരു കരകളിലുമായി താമസിക്കുന്ന കുട്ടനാടൻ ജനതയുടെ ജീവിത രീതികളും അവിടുത്തെ കാർഷിക കാഴ്ചകളും ഒക്കെ കണ്ട് വൈകുന്നേരം 4 മണിക്ക് വാടൈക്കനാലിൽ ആലപ്പുഴയിൽ തന്നെ അവസാനിക്കുന്ന രീതിയിലാണ് പ്രിയപ്പെട്ടവരെ ഈ യാത്ര ക്രമീകരിച്ചിരിക്കുന്നത്. ഏകദേശം ഐഡിയ നിങ്ങൾക്ക് ലഭ്യമായി കാണുമെന്ന് കരുതുകയാണ്. നമ്മുടെ ഇത്തരത്തിലുള്ള എല്ലാ യാത്രയുടെയും വിജയം എന്ന് പറയുന്നത് നമ്മുടെ സന്തോഷകരമായ തിരിച്ചുവരവാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കൂടെയുള്ള കൊച്ചുകുട്ടികളുടെ കാര്യത്തിൽ അവരുടെ രക്ഷിതാക്കൾ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തണമെന്ന് ഏറെ വിനയത്തോടുകൂടി ആദ്യമേ തന്നെ അഭ്യർത്ഥിക്കുന്നു. നമ്മളൊരു ജലയാത്രയാണ്. നിങ്ങളുടെ സുരക്ഷാപരമായ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുവാനായി ഞങ്ങൾ 5 ജീവനക്കാർ ഈ ബോട്ടിലുണ്ട്. എങ്കിൽ പോലും കുട്ടികളുടെ കാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുവാൻ രക്ഷിതാക്കളോട് ഏറെ വിനയത്തോടുകൂടി ആദ്യമേ തന്നെ അഭ്യർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ കയ്യിൽ കരുതിയിരിക്കുന്നതോ ഇവിടെ ലഭ്യമാകുന്നതോ ആയ ഭക്ഷണങ്ങളുടെ അവശിഷ്ടങ്ങളും മറ്റ് പ്ലാസ്റ്റിക് വസ്തുക്കളും ഒന്നും തന്നെയും ദയവ് ചെയ്ത് ജലാശയത്തിലേക്ക് വലിച്ചെറിയരുത്. അവ നിക്ഷേപിക്കുന്നതിനായി ബോട്ടിന്റെ താഴത്തെ നിലയിൽ പുറകുഭാഗത്തും മുകളിലത്തെ നിലയിൽ മുൻഭാഗത്തും മാലിന്യ നിക്ഷേപ പാത്രങ്ങൾ, വേസ്റ്റ് ബിന്നുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. അവയിൽ മാത്രം നിർബന്ധമായും അത്തരം കാര്യങ്ങൾ നിക്ഷേപിക്കുക. പ്രിയപ്പെട്ടവരെ, ഇത്രയും കാര്യങ്ങളാണ് യാത്രയുടെ തുടക്കത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുവാനുള്ളത്. അപ്പോൾ ഒരു 5 മണിക്കൂർ സമയം പുതിയ കാലത്തിന്റെ കുഞ്ഞുമക്കളുടെ ഭാഷയിലൊക്കെ പറഞ്ഞാൽ ഒന്ന് അടിച്ചു പൊളിക്കാൻ, ഒന്ന് ചില്ലാക്കാൻ, ഒന്ന് വൈബാക്കാൻ എല്ലാവരും റെഡിയല്ലേ? ഈ ഒരു നല്ല ഉഷാറായിട്ട് ഓക്കെ, താങ്ക് യു പ്രിയപ്പെട്ടവരെ. അപ്പോൾ കടലും കായലും അതിർത്തി പങ്കിടുന്ന ആലപ്പുഴയുടെ മണ്ണിലേക്ക്, കയറിന്റെയും കർഷകരുടെയും കളിവള്ളങ്ങളുടെയും കായലുകളുടെയും നാട്ടിലേക്ക് ഏറെ സ്നേഹത്തോടെ ഒരിക്കൽ കൂടി ഊഷ്മളമായ സ്വാഗതം ആശംസിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു യാത്രാ ദിനം ആശംസിക്കുന്നു. ഒരു ശുഭ യാത്ര നേരുന്നു. താങ്ക് യു സോ മച്ച്. ഒപ്പം ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. എന്താണെന്ന് അറിയാമല്ലോ? ലോക പ്രണയ ദിനമാണ്, വാലന്റൈൻസ് ഡേ ആണ്. അപ്പോൾ മുൻകാലങ്ങളിൽ പ്രണയിച്ചവർക്കും ഇപ്പോൾ
പ്രണയിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഇനി പ്രണയിക്കാനിരിക്കുന്നവർക്കും മനുഷ്യന്റെ ഏറ്റവും മഹത്തായ മനോഹരമായ വികാരങ്ങളിലൊന്ന് പ്രണയമാണ്. അപ്പൊ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രണയ ദിനാശംസകൾ നേരുന്നു. ഹാപ്പി 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 വാലന്റൈൻസ് ഡേ. താങ്ക് യു.